നമുക്ക് ഇനി കാസർഗോട്ടേക്ക് പോകാം. കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തും തെരുവുനായ ശല്യം രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ സ്റ്റാൻഡിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാത്ത വിധം തെരുവുനായകൾ ഉണ്ടെന്നാണ് യാത്രക്കാർ പറയുന്നത്. അർച്ചന രവീന്ദ്രൻ ചേരുന്നു കാസർഗോട്ട് നിന്ന്. അർച്ചന രവീന്ദ്രൻ, മെറി ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നായപ്പേടിയെക്കുറിച്ച് പറയാൻ വിട്ടതിൽ ഖേദിക്കുന്നു അർച്ചന. പക്ഷേ നമുക്കെല്ലാവർക്കും ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് അവിടെ കാസർഗോട്ട് എത്തുന്നവർക്ക് എത്രത്തോളം ഭീഷണിയാവുന്നുണ്ട് തെരുവുനായകൾ, പ്രത്യേകിച്ചും ബസ് സ്റ്റാൻഡിലേക്കൊക്കെ വരുമ്പോൾ? സുജിയ പറഞ്ഞതുപോലെ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായി തന്നെ തുടരുകയാണ്. വിവിധ ഭാഗങ്ങൾ, അതായത് ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഈ പരിസരത്ത് വെച്ച് നോക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ അധികമായി ഈ തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുന്നത്. ഒരുപാട് നായകളെ നമ്മളിപ്പോൾ കയറിയപ്പോൾ തന്നെ ഒരുപാട് നായകളെ കണ്ടു. ഈ നായകളെല്ലാം ഈ ആളുകൾക്ക്, ഈ യാത്രക്കാർക്ക് എല്ലാം ഈ നായകളെ വലിയ പേടിയാണ്. വളരെയധികം നായകൾ തന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിപ്പോൾ കൂടെ ഇവിടെ ഒരുപാട് ലോട്ടറി കടക്കാനും ഒരുപാട് ചെറുകിട തൊഴിലാളികൾ നമ്മളെ കൂടെ തന്നെയുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട്? അതായത് ഈ തെരുവുനായ ശല്യം ഈ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥിരമാണ്. ഇവിടെ ഏകദേശം വല്ലാത്ത ശല്യമാണ്. ഇവിടെ കാസിച്ചിട്ട് വെക്കും, മൂത്രമൊഴിച്ച് ഒരു വൃത്തിയിടാക്കിയിട്ട് വെക്കും. പിന്നെ രാവിലെ വരുമ്പോൾ മൊത്തം ഇവിടെ കുറേ നായ്ക്കളുണ്ടാകും. പിന്നെ എന്തായാലും ഒരുപാട് തെരുവ് നായകളുടെ ശല്യം തന്നെയാണ് ഈ കാസർഗോഡ് ഈ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുള്ള ആളുകൾക്കും പറയാനുള്ളത്. അതായത് രാത്രി കാലങ്ങളിലാണ് ഈ തെരുവ് നായ ശല്യം അധികമായി കാണുന്നത്. നേരത്തെ അശ്വിൻ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ, യാത്രക്കാരായ ഒരുപാട് ആളുകൾ ഈ ഭക്ഷണ സാധനങ്ങൾ, അതായത് ഈ ബിസ്ക്കറ്റ് മുതലായ ഭക്ഷണ സാധനങ്ങൾ ഈ നായകൾക്ക് വേണ്ടി കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്ന നായകൾ തന്നെ ആ കൊണ്ടുവരുന്ന ബിസ്ക്കറ്റുകൾ കഴിച്ചുകൊണ്ട് തന്നെ ഈ നായകൾ ഇവിടെ തന്നെ സഹവസിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്, തമ്പടിക്കുന്ന കാഴ്ച തന്നെയാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ, അതായത് സമീപകാലത്തൊന്നും ആക്രമണ സ്വഭാവമുള്ള അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപകട കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഈ ഒരു KSRTC പരിസരത്തുള്ള ആളുകൾ പറയുന്നത്. പക്ഷേങ്കിൽ ഈ നായകളെ കാണുന്ന സമയത്ത് എല്ലാവർക്കും പേടി തന്നെയാണ്, ഭയാനകം തന്നെയാണ് ഈ തെരുവ് നായകൾ എന്ന് പറയുന്നത്. നിരവധി ഈ ഒരു കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നു. വിദ്യാർത്ഥികളടക്കം പ്രായമായവരടക്കം ആശ്രയിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ് ഈ ഒരു KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു നായകളെ കാണുന്ന സമയത്ത് തന്നെ പേടിയുണ്ട്. ചേട്ടാ, എന്താണ് തെരുവുനായകൾ ഒരുപാട് ഉണ്ടെന്ന് കേൾക്കുന്നുള്ളൂ? ഈ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അധികമായി കാണുന്നത്. അതെ, കൂടുതലായിട്ട് ഇവിടെ ഭയങ്കര ഉണ്ടാവും. വൈകുന്നേരം നേരത്തെ ഇത് സമ്മേളനം തന്നെ നായ്ക്കളുടെ. പിന്നെ നായ്കൾ എന്ത് ചെയ്യുമ്പോൾ അവിടെ ടോയ്ലറ്റ് ചെയ്തിരിക്കും. നമ്മൾക്കാണ് രാവിലെ വന്നിട്ട് അതിൻ്റെ ഒരു പണി. പിന്നെ ആരെങ്കിലും പുതിയ ആൾക്കാർ വന്നാൽ അവരെ വേഷങ്ങളെ കാണുമ്പോൾ അത് കുറച്ചോണോ ഇതായിക്കോണോ അല്ല കുറേ കൂട്ടം കൂടിക്കൊണ്ടിരിക്കും. അടുത്ത കാലത്ത് എന്തെങ്കിലും ആക്രമണങ്ങൾ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ അക്രമങ്ങളായിട്ട് അങ്ങനെ ഒന്നും നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ഒരു 6 മണി 7 മണിയാകുമ്പോൾ കൂട്ടിയിട്ട് പോകും. പിന്നെയാണ് നായ്ക്കളുടെ ശല്യം കൂടുന്നത് ഇവിടെ. അപ്പോൾ ബാക്കി സമയത്ത് ഇവർ സ്വീപ്പർമാരൊക്കെ ഒന്നിച്ചിട്ട് ഒരു 2-3-4 നായകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ്, വേറെ ഇതൊന്നുമില്ല. എന്തായാലും ഈ ലോട്ടറി കടക്കാരുടെ ഉൾപ്പെടെയുള്ള ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ പറയുന്നത് ഇവർക്കെല്ലാം ഈ ഒരു നായകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ തെരുവ് നായകൾ എന്ന് പറയുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. KSRTC ബസ്സിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന നായയെ നമ്മൾ കാണുന്നുണ്ട്. അർച്ചന, സൂക്ഷിച്ചൊക്കെ പോയാൽ മതി. അതുവഴി നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിനെയും നമ്മുടെ സാരഥിയെയും ഒക്കെ ഈ ക്രിസ്മസ് ദിനത്തിൽ നായകളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കണ്ട.